പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാലാ ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ വീടൻ കൊടുക്കും കടങ്കഥ ഈ കഥയ്ക്കുത്തരം തേടുവാൻ കൂടാമോ ഇല്ലെങ്കിൽ സുല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൻ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ. ഈ പാട്ടുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പാടിയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ പാട്ടുകൾ ഞാൻ ഇങ്ങനെ ഈ പ്രോഗ്രാമിലൂടെ പാടിയതെന്ന്. ഈ പരിപാടിയുടെ സ്വഭാവം അന്താക്ഷരിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അന്താക്ഷരി എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും പരിചിതമാണ്. പക്ഷേ ഈ അന്താക്ഷരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ മുന്നിൽ ദിനം പ്രതി പല കഥാപാത്രങ്ങളായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്ന സീരിയൽ സിനിമ ആർട്ടിസ്റ്റുകളാണ് ഈ അന്താക്ഷരിയിൽ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പാടാം നമുക്ക് പാടാമിലേക്ക്. വീട്ടമ്മയുടെ പാടാം നമുക്ക് പാടാം എന്ന സെഗ്മെന്റിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ആരംഭിക്കാൻ പോകുന്നത്? ഇങ്ങനെ നമുക്കൊരു ഒരു ഗെയിം ആയാലോ? ഇന്നലെ നമ്മളൊരു ഗെയിം കളിച്ചു, വീട്ടമ്മ ഗെയിം. അതെ അതെ അതെ, വീട്ടമ്മ വീട്ടുപുരുഷൻ ഗെയിം. ചേട്ടൻ ഒരു പുതിയൊരു ഗെയിമും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താണത്? നമുക്ക് തുടങ്ങിയാൽ എന്ത് സസ്പെൻസ് ആണ്, എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് നിന്നാലേ ആ ഗെയിം ഷോ ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ ഞാൻ കളിക്കണം. അവതരിപ്പിക്കാൻ പോകുന്നത് സാധാരണ വീട്ടിൽ ഇപ്പം വീട്ടമ്മ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. വീട്ടിലെപ്പോഴും പച്ചക്കറി, പഴം, പൂ, ഇത് ഇത്രയും വീട്ടമ്മമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. പേരായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് വീട്ടമ്മമാർക്ക് മാത്രം എന്നൊക്കെ പറയുന്നത് ശരിയല്ല ചേട്ടാ. ഒന്ന് സമാധാനം തരും എനിക്കൊന്ന് സമാധാനം. പച്ചക്കറി, പഴം, പൂ എന്ന് ഞാൻ പറയും. അത് നിങ്ങൾ ഏറ്റു പറയുക. ഓക്കെ ചേട്ടാ, നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിക്കാം, ചേട്ടൻ കുറെ പച്ചക്കറിയുടെ പേര് പറ. ഞാൻ പറഞ്ഞ കേട്ടോ. ഈ പച്ചക്കറി, പഴംപൂ, പച്ചക്കറി, പഴംപൂ എന്ന് പറയാം. അപ്പൊ ഞാൻ പൂവ് എന്ന് പറഞ്ഞാൽ ഒരു പൂവിന്റെ പേര് അത് പിന്നെ ആവർത്തിക്കാൻ പാടില്ല. പിന്നെ ആ പറഞ്ഞ പൂ വേറൊരാൾ പറയാൻ പാടില്ല. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക എന്ന് പറയുന്ന സാധനമില്ല. അങ്ങനെ അതാണ്. പഴം എന്ന് പറഞ്ഞാൽ ഒരു പഴത്തിന്റെ പേര് പപ്പപ്പഴം എന്ന് പറയാൻ പാടില്ല. പഴത്തിന് എന്ത് പറയും? പൂവമ്പഴം. പഴത്തിന്റെ പേര് ഏത്തപ്പഴം. അപ്പൊ തുടങ്ങാല്ല. ആദ്യമേ ചേച്ചി ഞാൻ വേണ്ട പ്ലീസ്. ഓക്കെ ഞാൻ പറയാം. ഓക്കെ ഞാൻ എന്നോട് ചോദിച്ചോളൂ. ഓക്കെ പക്ഷെ 5 ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. എനിക്ക് ആകെ 5 എണ്ണത്തിന്റെ പേരറിയോ. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. പഴം, 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 ഏത്തപ്പഴം. അത് അങ്ങനെ പറയാൻ പറ്റില്ല, തെറ്റാണ്. ഒറ്റ സ്പോട്ടിൽ പറയാ. വിൽക്കാൻ പാടില്ല, അരയ്ക്കാൻ പാടില്ല. പച്ചക്കറി, പഴം. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴം. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴം. പച്ചക്കറി, പച്ച 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 പച്ച. അത് 2. അപ്പൊ അടുത്ത് വീണ എന്റെ കോൺസെൻട്രേഷൻ കളരുത് പ്ലീസ്. പച്ചക്കറി, പഴം, പൂവല്ലേ? പച്ചക്കറി, പഴം, ആപ്പിൾ, പൂവ്, മുല്ല. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. ഇത് പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. വെണ്ടയ്ക്ക. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. മുല്ല. പച്ചക്കറി, പഴംപൂ. കോവയ്ക്ക. എന്നാലും ഒപ്പിച്ചു പോട്ടെ. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. വഴുതനങ്ങ. പച്ചക്കറി, പഴംപൂ. പച്ചക്കറി, പഴംപൂ. കോവയ്ക്ക.
പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. മുല്ല. പച്ചക്കറി പഴമ്പൂ. ജാസ്മിൻ. രണ്ടും ഒന്നേരല്ലേ? പച്ചക്കറി പഴമ്പൂ. തക്കാളി. ഔട്ട്. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. കളിക്കേണ്ടി വരും. ആപ്പിൾ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. മുല്ല. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. വെണ്ടയ്ക്ക. പച്ചക്കറി പഴമ്പൂ. അടുത്ത ഷാനവാസ്. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ ആൽക്കഹോൾ എന്നോട് ചോദിക്കണം. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പൂവ്. റോസ്. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴം. പൂവ്. ജാസ്മിൻ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴം. പൂവ്. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴം. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പച്ചക്കറി. പച്ചക്കറി പരിപ്പെന്ന്. പച്ചക്കറിയാ. പരിപ്പ് എങ്ങനെ ഉണ്ടാവുന്നേ? അത് പച്ചക്കറിയാ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പിച്ചി. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. മുല്ല. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. താമര. അച്ഛന്റെ പേര് ആമ്പലെന്നായിരുന്നു. താമര. തകർക്കണ ചേച്ചി. പച്ചക്കറി പഴമ്പൂ. ആ പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. ആ പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി അതുപോലെ പറയാനാണ് പറഞ്ഞത്. സോറി, അതുപോലെ പറയാനാണ് പറഞ്ഞത്. അപ്പൊ ഇനി എന്താ വേണ്ട? ഇനി ശരിക്കും പേര് പറയണം അല്ലേ? ഓ അതാ പച്ചക്കറി പഴമ്പൂ. ഒരു മിനിറ്റ്, ജഗദീഷ് ചേട്ടനോട് ഒന്ന് ചോദിക്കട്ടെ. കുറേ ഞാനും വീണ ചേച്ചി കൂടെ മാറി മാറി. അപ്പൊ ഞാൻ തുടങ്ങാം. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി പഴമ്പൂ. പച്ചക്കറി. പച്ചക്കറി. എന്തായാലും അല്ല, നമുക്ക് കോംപ്രമൈസ് ആയി. നന്നായിട്ട് നല്ല അടിപൊളി ഗെയിം ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. നമുക്ക് അന്താക്ഷരിയിലേക്ക് കിടക്കാം അല്ലേ? എന്താണ് അന്താക്ഷരിയിലേക്ക് നമുക്ക് പതുക്കെ. ഈ പ്രാവശ്യം ചേട്ടൻ വന്നിരിക്കും. എന്നെയും കളിപ്പിച്ചു. അപ്പൊ നല്ലൊരു ഗെയിം ആയിരുന്നു അല്ലേ? ഒരു സ്റ്റാർട്ടിങ്ങിനൊരു ശരിക്കൊരു എനർജി വരുത്താനുള്ളൊരു ഗെയിം ആയിരുന്നു. ഇത് എനർജി പോയെന്ന് തോന്നുന്നു എനിക്ക്. അല്ല, ആ ഒരു സ്പിരിറ്റിലോട്ട് വരാനുള്ളൊരു നല്ലൊരു ഗെയിം ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ അന്താക്ഷരിയിലോട്ട് കടക്കാം. ഇന്നലത്തെ നമ്മുടെ എപ്പിസോഡിൽ തായിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിൽക്കാണ്, ഇതുവരെ നനങ്ങിട്ടില്ല. ഇല്ല, ആരാണ്? ഞങ്ങളെല്ലാം അങ്ങോട്ട്. നിങ്ങളാണ് പാടിയത്. ഞങ്ങൾ തരും. നിങ്ങൾ കൊടുക്കും അങ്ങോട്ട്? ഞങ്ങൾ തരും. ഞങ്ങളല്ലേ താ പാടിയത്? അല്ലല്ല, അവര് പാടാനുള്ളതാ. ഞങ്ങൾ പാടണ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ അങ്ങ് തുടങ്ങും. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്കു തണലായി മാറേണം. അമ്പിളി മാമന്റെ കൊമ്പില്ല കൊമ്പന് കയ്യിലെടുക്കേണം. കയ്യിലെടുക്കണം. കയ്യിലെടുക്കണം. എടുക്കണം. എ ആണ്. എന്നു വരും നീ, എന്നു വരും നീ എന്റെ നിലാപ്പന്തലിൽ, വെറുതെ എന്റെ കിനാപ്പന്തലിൽ. വെറുതെ കാണാൻ, വെറുതെ മിഴിക്കാൻ, വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ, വെറുതെ വെറുതെ മിണ്ടാൻ. 10 9 മിണ്ടാതടി കുയിലേ, മണലുണ്ണി ഉറങ്ങണ സമയത്ത്, മൂളാതടി മയിലേ, മണിക്കുട്ടനുറങ്ങണ സമയത്ത്. പോകൂ കാറ്റേ
തൊടാതെ. പൂജാബിന്ദം മിഴി തുറന്നു താനേ നട തുറന്നു സ്വയംവര സന്ധ്യ രാജകുമാരി നിന്നു തിരുനടയിൽ. പോട്ടെ. തിരുനടയിൽ. 10 9 തങ്കത്തിങ്കൾ വാനിലൊരുക്കും വണ്ണപ്പുതാരം സങ്കൽപ്പങ്ങൾ പൂത്തുവിടത്തും സ്വർണ്ണ പൂന്തോട്ടം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ബാക്കി ഒരു കഥമാനസിനറിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. അക്ഷരം ഗായാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഗാനം 10 9 ഗംഗായമുനാ സംഗമ സമതല ഭൂമി സ്വർഗീയ സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടിമണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടിമണ്ണല്ല. മഞ്ഞക്കിളിയുടെ മൂളി 10 9 8 മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി. ഇണയെവിടെ തുണയെവിടെ ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. മഞ്ഞണിക്കൊമ്പിൽ മഞ്ഞണിക്കൊമ്പിൽ കൊമ്പിൽ കരിമിഴിക്കുരുവിയെ കണ്ടില്ല ചിരിമണി ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. കാവിൽ വന്നില്ല പൂരം കണ്ടില്ല മായ കൈകൊട്ടും മേളവും കേട്ടില്ല. കരിമിഴിക്കുരുവിയെ കണ്ടില്ല ചിരിമണി ചിലമ്പൊലി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. അക്ഷരം മധുരം ജീവാമൃത ബിന്ദു മധുരം ജീവാമൃത ബിന്ദു നിറയും പാടും ലയസിന്ദു മധുരം ജീവാമൃത ബിന്ദു. ബിന്ദു ശത്രുവാര് ബന്ധനത്തിന്നോവറിയും കിളിമകളെ പറയൂ ബന്ധുവാര് ശത്രുവാര്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. അതെ, വളരെ ഒരു ശോക ഗാനം പാടി നിർത്തിയിരിക്കുകയാണ് അല്ലേ. ഒരു എനർജി ഇല്ലാതെ നിന്ന് പോയി. പാട്ട് പാടി നിർത്താം, അതല്ലേ നല്ലത്. എന്നടി റക്കമ്മ പല്ലക്ക് നെരുപ്പ് എന്നെഞ്ചിൽ കുലുങ്ങുതടി കണ്ണാടി മുക്കുത്തി മാണിക്ക ചവപ്പ് മച്ചാണ് ഇഴുക്കുതടി എന്നടി റാക്ക് എന്നടി റക്കമ്മ പല്ലക്ക് നെരുപ്പ് എന്നെഞ്ചിൽ കുലുങ്ങുതടി കണ്ണാടി മുക്കുത്തി മാണിക്ക ചവപ്പ് മച്ചാണ് ഇഴുക്കുതടി. അതാണ് ആ സ്പിരിറ്റ്. അപ്പൊ നമുക്ക് ഈ സ്പിരിറ്റോടെ നിർത്താം അല്ലേ.
അപ്പോൾ വീട്ടമ്മയുടെ പാടാം നമുക്ക് പാടാം എന്നീ സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതേ മത്സരത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം. ഓക്കെ ടാറ്റ.